പെൺകുട്ടികളുടെ പേരിൽ പോസ്റ്റ് ഓഫീസിലോ ബാങ്കിലോ ഈ പദ്ധതിയിൽ ചേർന്ന് അവർക്ക് 21 വയസ്സാകുമ്പോൾ 50 ലക്ഷം രൂപയിൽ അധികം സമ്പാദിക്കുവാൻ ഈ പദ്ധതിയിലൂടെ സാധിക്കും. ഓരോ മാതാപിതാക്കളും പരമാവധി 2 പെൺകുട്ടികൾക്കാണ് ഈ പദ്ധതിയിലൂടെ ചേരുവാൻ സാധിക്കുക. ഇരട്ടപ്രസവമാണെങ്കിലോ ആദ്യം 3 മക്കളും പെൺകുട്ടികളാണെങ്കിലോ ഈ പദ്ധതിയിൽ 3 പേരെ ചേർക്കാൻ കഴിയുന്നതാണ്. പെൺകുട്ടി ജനിച്ച് 10 വയസ്സിനുള്ളിൽ സുകന്യ സമൃദ്ധി യോജനയിൽ ചേർന്നിരിക്കണം. ഒരു പെൺകുട്ടിയുടെ പേരിൽ ഒരു ഒറ്റ അക്കൗണ്ട് മാത്രമേ തുടങ്ങുവാൻ കഴിയുകയുള്ളൂ. ഈ പദ്ധതിയിൽ അക്കൗണ്ട് തുടങ്ങുവാൻ ഏറ്റവും കുറഞ്ഞത് 250 രൂപയാണ് വേണ്ടത്. സുകന്യ സമൃദ്ധി യോജനയിൽ ഒരു വർഷം ഏറ്റവും കുറഞ്ഞത് 250 രൂപയും പരമാവധി 1.5 ലക്ഷം രൂപയുമാണ് നിക്ഷേപിക്കാൻ കഴിയുന്നത്. കൃത്യമായ ദിവസത്തിലോ കൃത്യമായ മാസത്തിലോ ഇവയിൽ പണം നിക്ഷേപിക്കണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. എന്നാൽ സാമ്പത്തിക വർഷം അവസാനിക്കുന്ന മാർച്ച് 31-നുള്ളിൽ ആ വർഷത്തെ ഏറ്റവും കുറഞ്ഞ രൂപ 250 നിക്ഷേപിച്ചിരിക്കണം. അത് പണമായോ ചെക്കായോ DD ആയോ കാർഡ് വഴിയോ UPI പേയ്മെൻറ്റ് വഴിയോ പോസ്റ്റ് ഓഫീസിലെ പേയ്മെൻറ്റ് സ്ലിപ്പ് വഴിയോ ഏത് രൂപത്തിലും നമുക്ക് അടക്കാവുന്നതാണ്. അക്കൗണ്ട് ആരംഭിച്ചത് മുതൽ 21 വർഷമാണ് ഈ സ്കീമിൻ്റെ കാലാവധി. എന്നാൽ അക്കൗണ്ട് തുറന്നത് മുതൽ 15 വർഷം വരെയാണ് പരമാവധി ഈ പദ്ധതിയിൽ പണം നിക്ഷേപം നടത്തുവാൻ കഴിയുക. 16-ാം വർഷം മുതൽ 21-ാം വർഷം വരെ യാതൊരുവിധ നിക്ഷേപങ്ങളും നടത്തേണ്ടതില്ല. പെൺകുട്ടികൾക്ക് പ്രായപൂർത്തിയാകുമ്പോൾ മെഡിക്കൽ അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ വിവാഹ ആവശ്യങ്ങളിലേക്ക് പൂർണ്ണ തുക കണ്ടെത്താൻ സഹായിക്കുക എന്നതാണ് സുകന്യ സമൃദ്ധി യോജനയുടെ പ്രധാന ലക്ഷ്യം. നിലവിൽ 8.2% ഈ യോജനയ്ക്ക് ലഭിക്കുന്ന പലിശ നിരക്ക്. മിക്ക ബാങ്ക് നിക്ഷേപത്തിന് ലഭിക്കുന്ന തുകയേക്കാളും മികച്ച പലിശ നിരക്ക് തന്നെയാണിത്. അക്കൗണ്ട് തുടങ്ങി 21 വർഷം പൂർത്തിയാകുമ്പോൾ നമുക്ക് നിക്ഷേപത്തുകയും പലിശയും ചേർത്തുള്ള പണം ലഭിക്കുന്നതാണ്. തൊട്ടു മുമ്പത്തെ സാമ്പത്തിക വർഷത്തിൽ അക്കൗണ്ടിലിരിക്കുന്ന ആകെ തുകയുടെ 50% വരെ കുട്ടിയുടെ പഠന ആവശ്യങ്ങൾക്ക് വേണ്ടിയോ വിവാഹ ആവശ്യങ്ങൾക്ക് വേണ്ടിയോ പിൻവലിക്കാവുന്നതാണ്. 18 വയസ്സ് പൂർത്തിയാകുമ്പോൾ പെൺകുട്ടി വിവാഹിതയാവുകയാണെങ്കിൽ 21 വർഷം എന്നുള്ള മാനദണ്ഡമില്ലാതെ തന്നെ മുഴുവൻ തുകയും പിൻവലിക്കാൻ സാധിക്കുന്നതാണ്. കേന്ദ്ര ധനകാര്യ മന്ത്രാലയത്തിൻ്റെ പുതിയ വിജ്ഞാപനം അനുസരിച്ച് സുകന്യ സമൃദ്ധി യോജനയുടെ പെൺകുട്ടികളുടെ അക്കൗണ്ട് തുറക്കുവാൻ വേണ്ടി കുട്ടിയുടെ ജനന സർട്ടിഫിക്കറ്റും ആധാർ കാർഡിൻ്റെ കോപ്പിയും ആവശ്യമുണ്ട്. വർഷത്തിൽ 50,000 രൂപയിലധികം നിക്ഷേപിക്കുന്നുണ്ടെങ്കിൽ മാതാപിതാക്കളിൽ ആരുടെയെങ്കിലും ഒരാളുടെ പാൻ കാർഡിൻ്റെ കോപ്പിയും നൽകേണ്ടതുണ്ട്. സുകന്യ സമൃദ്ധിയിൽ ചേർന്ന് നിക്ഷേപം നടത്തുന്നയാൾക്ക് അവസാന ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ വലിയൊരു സംഖ്യയാണ് ലഭിക്കുക. കേന്ദ്ര സർക്കാരിൻ്റെ മറ്റെല്ലാ നിക്ഷേപ പദ്ധതികളും പോലെ തന്നെ സുകന്യ സമൃദ്ധി യോജനയുടെയും പലിശ നിരക്ക് പരിഷ്കരണങ്ങളെപ്പറ്റി അവർ ആലോചനകൾ നടത്താറുണ്ട്. തീരുമാനങ്ങൾക്കനുസരിച്ച് പലിശ തുക കൂട്ടുകയോ കുറയ്ക്കുകയോ മാറ്റം വരുത്താതിരിക്കുകയോ ചെയ്യാം. പ്രതിമാസം 10,000 രൂപ നിക്ഷേപിക്കുകയാണെങ്കിൽ ഒരു വർഷത്തിൽ നിങ്ങളുടെ നിക്ഷേപത്തുക 1,20,000 രൂപയായിരിക്കും. ഇതിങ്ങനെ തുടർന്ന് പദ്ധതി അവസാന കാലയളവ് വരെ നിങ്ങൾ പണം നിക്ഷേപിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഏകദേശം 18 ലക്ഷം രൂപയോളം ലഭിക്കുന്നതായിരിക്കും. 15 വർഷത്തെ പലിശ അടക്കം നിക്ഷേപത്തുക പരിശോധിക്കുകയാണെങ്കിൽ ഏകദേശം 37 ലക്ഷത്തോളം രൂപ നമുക്കപ്പോൾ ലഭിക്കുന്നതാണ്. 15 വർഷത്തെ നിക്ഷേപത്തിനു ശേഷം സ്കീമിൻ്റെ കാലാവധിയായ 21 വർഷം വരെ നിങ്ങൾ തുക വെക്കുകയാണെങ്കിൽ നിങ്ങൾ പിൻവലിക്കുന്ന തുക 55 ലക്ഷത്തോളം രൂപയായിരിക്കും. ഇത് മക്കളുടെ വിദ്യാഭ്യാസ ചെലവുകൾക്ക് ഏറെ ഉപകാരപ്രദമായിരിക്കും. നേരത്തെ പറഞ്ഞ പലിശ നിരക്ക് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യുന്നത് ഓരോ 3 മാസത്തിലും നടക്കുന്നതാണ്. ഏറ്റവും ഒടുവിലായി 2023-ൽ 8% പലിശയായിരുന്നത് പുനഃപരിശോധനയ്ക്കു ശേഷമാണ് 8.2% പലിശയായി ഉയർത്തിയത്. 2024 ഏപ്രിൽ ആയപ്പോൾ മാറ്റം വരുത്തുകയും ചെയ്തിട്ടില്ല. പെൺകുട്ടികൾക്ക് വേണ്ടി പണം നിക്ഷേപിക്കാവുന്നതിൽ വെച്ച് ഏറ്റവും നല്ല പദ്ധതിയാണിത്. നിങ്ങൾക്ക് ഇന്നു തന്നെ അടുത്തുള്ള ബ്രാഞ്ച് പോസ്റ്റ് ഓഫീസുമായോ ബാങ്കുകൾ വഴിയോ ബന്ധപ്പെട്ട് ഇതിൽ ചേരാവുന്നതാണ്. വീഡിയോ ഇതിന് അർഹിക്കുന്ന കുട്ടികളിലേക്ക് നിങ്ങൾ ഷെയർ ചെയ്ത് നൽകുകയും ചാനൽ സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുമല്ലോ.